എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ വിപിൻ. അപ്പം കുറേ നാളായി, ഏകദേശം അറൗണ്ട് ഒരു 3 months ആയി നമ്മൾ എന്താ പറയുക പ്രോപ്പറായിട്ട് വീഡിയോസ് എല്ലാം ഇട്ടിട്ട്. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലിയുടെ തിരക്കൊക്കെ ആയിരുന്നു, അതുകൊണ്ടാണ്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡെസ്ക്ടോപ്പിൻ്റെ CPU-ൽ എങ്ങനെയാണ് SATA SSD നമ്മൾ കണക്ട് ചെയ്യുന്നതെന്നാണ്. കാരണം ജസ്റ്റ് അത് കണക്ട് ചെയ്യുന്നൊരു ഡെമോ മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. ഇൻസ്റ്റാളേഷൻ വീഡിയോ, OS ഇൻസ്റ്റാളേഷൻ വീഡിയോസൊക്കെ നമ്മൾ ഒരുപാട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് വീണ്ടും ഞാൻ അതൊന്നും ഇട്ട് വെറുപ്പിക്കുന്നില്ല. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പം ഇതാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്ന SSD. ക്രൂഷ്യലിൻ്റെ 240 GB 6 GB/s സ്പീഡുള്ള ക്രൂഷ്യലിൻ്റെ SATA SSD ആണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പം ആദ്യമായിട്ട് SATA ഡാറ്റ കേബിൾ നമ്മൾ ഡ്രൈവ് SSDയുടെ പ്രോപ്പർട്ടി നമ്മൾ കണക്ട് ചെയ്യുക. അതിനുശേഷം SMPS നിന്ന് വരുന്ന പവറുണ്ട്, പവറിൻ്റെ കേബിളുണ്ട്. ആ കേബിളൂടെ അത് കറക്റ്റ് അതിൻ്റെ പോയിൻ്റ് നോക്കി കണക്ട് ചെയ്ത ശേഷം നമുക്കത് പ്ലേസ് ചെയ്യാം. അപ്പം ഏത് ഭാഗത്താണോ അത് കറക്റ്റായിട്ട് സ്യൂട്ടാകുന്നത് ആ ഭാഗത്താണ് നമ്മളത് പ്ലേസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതിന് ശേഷം നമുക്കതിന് പ്ലേസ് ചെയ്യേണ്ട സ്ഥലത്ത് വെച്ച ശേഷം മാച്ചിങ് ആയിട്ടൊരു ഒറ്റ സ്ക്രൂ മാത്രമേ നമുക്കിതിൽ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ ഹാർഡ് ഡ്രൈവ് ഡിസ്കണക്ട് ചെയ്ത്, അതായത് HDD ഡിസ്കണക്ട് ചെയ്ത ശേഷം നമ്മുടെ മദർ ബോർഡിൽ 4 പോർട്ടാണുള്ളത്. SATA ഹാർഡ് ഡ്രൈവിൻ്റെ ഡാറ്റ കേബിൾ SATA കേബിൾ കണക്ട് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ അതിൽ കണ്ടില്ലേ 4 പോയിൻ്റ്. ഇതിൽ ഓൾറെഡി ആ ബ്ലൂ കേബിൾ കണക്റ്റഡ് ആണ്, അത് HDDയുടെ ആണ്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത പോർട്ടിലേക്ക് നമുക്ക് ഈ SATA കേബിൾ കൂടി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡെസ്ക്ടോപ്പ് CPU-ൽ എങ്ങനെയാണ് ഒരു SATA SSD ആഡ് ചെയ്യുന്നതെന്നാണ്. അപ്പം ഇത് ആഡ് ചെയ്യുമ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൗണ്ട് ചെയ്യാനായിട്ടുള്ള ഇപ്പം ഇറങ്ങുന്ന ക്യാബിനറ്റിൽ നമുക്കത് മൗണ്ട് ചെയ്യാനായിട്ടുള്ള പ്രത്യേകം ഏരിയ ഉണ്ട്. അതതിൻ്റെ ബോട്ടം ഏരിയയിൽ നമുക്ക് മൗണ്ട് ചെയ്യാനായിട്ട് സാധിക്കും. പവർ-എക്സ് എന്ന് പറയുന്ന കമ്പനി അത് അത്രയ്ക്ക് നല്ലൊരു ബ്രാൻഡല്ല, എന്നാലും അത്യാവശ്യം നല്ല ഒരു കോസ്റ്റിൽ നമുക്ക് കിട്ടും. അപ്പോൾ അതിൻ്റെയൊക്കെയാണ് ബോട്ടത്തിൽ നമുക്കിത് പ്ലേസ് ചെയ്യാനായിട്ട് സ്ലോട്ടുണ്ട്. അപ്പം അത് ഞാൻ ഇച്ചിരി പഴയൊരു CPU ആണ് കാണിച്ചത്, അതുകൊണ്ടാണ് അതിൽ പ്ലേസ് ചെയ്യാൻ പറ്റാത്തത്. ഇപ്പോൾ ഒരു സ്ക്രൂവിലാണെങ്കിൽ ഇത് നിന്നോളും, കാരണം ഇതിന് വെയിറ്റ് വളരെ ഒരു 30 ഗ്രാമിൽ താഴെ ഇതിന് വെയിറ്റ് ഉള്ളൂ. അതുകൊണ്ടത് ഒരു സ്ക്രൂവിലാണെങ്കിൽ നിന്നോളും. പിന്നെ ഡെസ്ക്ടോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തുകൊണ്ട് നടക്കുന്നൊന്നുമില്ല, അതുകൊണ്ട് വേറെ ഷെയ്ക്കോ കാര്യങ്ങളോ ഒന്നും വരില്ല. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്ര മാത്രം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് മറ്റൊരാൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുവാണെങ്കിൽ മാത്രം നിങ്ങൾ ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ, ടേക്ക് കെയർ.